തിരുവല്ലയ്ക്ക് കിഴക്കുള്ള ഓത്തന്മാർ മല ഉരുൾപൊട്ടി ഒരു കാലത്ത് ഒഴുകിപ്പോയിരുന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന അയ്യപ്പന്റെ പ്രതിഷ്ഠയും. അത് ഒഴുകി പടിഞ്ഞാറുള്ള ചെളി കുണ്ടിൽ വീണു പൊത നിറഞ്ഞ കുഴി, അതായത് ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന ചെളിയുള്ള വെള്ളം. അവിടെ നിന്നും വിൽവമംഗലത്ത് സ്വാമിയാർ വിഗ്രഹം കണ്ടെത്തി. കുറച്ചുനാൾ മുന്നേ ഉരുൾപൊട്ടിയ ഓത്തന്മാർ മലയിലെ പ്രതിഷ്ഠ ആയിരിക്കാം എന്ന് കണ്ട് പൊതകുഴിയിൽ ആ വിഗ്രഹം കഴുകി പ്രതിഷ്ഠിച്ചു. ആ പൊതക്കുഴിയിലെ പൊലോഭിച്ച് തകഴി ആയി മാറി. ഓത്തന്മാർമലയിലെ ഓതറമലയിലെ ശാസ്താവ് അവിടെ തകഴി ശാസ്താവായി മാറി. കുറെ കാലങ്ങൾക്ക് ശേഷം അവിടെയുള്ള ജനങ്ങൾക്ക് രോഗപീഠകൾ വന്നു. ഒപ്പം ആ ക്ഷേത്രവും ക്ഷയിച്ചു. അവിടെ ഉണ്ടായിരുന്ന വൈദ്യരാൽ അറിയാൻ കഴിഞ്ഞത് കിഴക്കൻ ദേശമായ ഓതർമലയിൽ നിന്നും തിരുവല്ലയിൽ നിന്നു കിഴക്കു ഓതർമല എന്നു പേരായിട്ട് ഒരു വലിയ കുന്നുണ്ട്. അവിടെ ചെന്നു നോക്കിയാൽ 84 വിധം പച്ചമരുന്നുകൾ കാണും. അവയുടെ വേരും ഇലയും കുറേശ്ശെ പറിച്ചെടുത്തുകൊണ്ടുവരണം. പിന്നെ കറുപ്പും കഞ്ചാവും ഉൾപ്പെടെ 64 കൂട്ടം അങ്ങാടി മരുന്നുകളും കുറേശ്ശെ വാങ്ങണം. അവയെല്ലാം യഥോചിതം ചേർത്ത് കുറച്ചു എണ്ണ കാച്ചണം. അത് ആവണക്കെണ്ണ, വേപ്പെണ്ണ, ഓടയെണ്ണ, മരോട്ടിയെണ്ണ, പുന്നക്കായ എണ്ണ, പൂവത്തെണ്ണ മുതലായ സകല എണ്ണകളും ചേർത്ത് വേണം കാച്ചാൻ. എന്നാൽ എള്ളിൽ നിന്നെടുക്കുന്ന എണ്ണ അതിൽ ചേർക്കുകയുമരുത്. അങ്ങനെ എണ്ണ കാച്ചി രോഗികൾക്ക് കൊടുത്തു സേവിപ്പിച്ചാൽ സകല രോഗങ്ങളും ഭേദമാകും എന്ന് പറഞ്ഞത് അനുസരിച്ച് നമ്മുടെ കുന്നേകാട് ഓതർമലയിൽ എത്തുകയും അവിടെ ജീവിച്ചു പോന്നിരുന്ന സാധാരണക്കാരായ ആളുകളെ കണ്ട് ഈ പച്ചമരുന്നുകൾ ശേഖരിക്കുകയും അത് തകഴിയിൽ എത്തിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ രോഗത്തിന് ശമനം വരികയും ചെയ്തു. അതാണ് ഓതറ കുന്നേക്കാട് നിന്നും തകഴിയിലേക്കുള്ള ഒരു കുഞ്ഞു ചരിത്രം.